ഹായ് മക്കളെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഫോക്കസ് ഏരിയ നമ്മുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളെ ഒന്ന് ക്ലിയർ കട്ട് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നത്. സോ കംപ്ലീറ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പോവാണ്. ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതൊക്കെ ഡെറിവേഷൻ ആണ് വെയിറ്റേജ് കൂടുതൽ എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയി തന്നെ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോയിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങിയാലോ സാറേ? ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒന്നാമത്തെ ചാപ്റ്റർ. ഇലക്ട്രിസിറ്റിയുടെ ബേസിക് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തുടങ്ങാം. അതിനകത്ത് ഒന്നാമത്തെ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് തുടങ്ങിയേക്കാം. അതെ, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇലക്ട്രിക് ചാർജ് എന്താണ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്. നമുക്കറിയാം മക്കളെ, 3 പ്രോപ്പർട്ടീസ് ആണ് ഇലക്ട്രിക് ചാർജിനകത്ത് വരുന്നത്. ഏതൊക്കെയായിരുന്നു? ക്വാണ്ടൈസേഷൻ, അതുപോലെ അഡിറ്റിവിറ്റി, അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ചാർജ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളത് ക്വാണ്ടൈസേഷൻ ആണ്. Q = +or - ne എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉറപ്പായും പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം മക്കളെ. അടുത്തത് ഏതാണ് സാറേ ഫോക്കസ് ഏരിയ ടോപ്പിക്? അടുത്ത രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കൂളംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. കൂളംസ് ലോ എന്താണെന്നും അതുപോലെ തന്നെ രണ്ട് ചാർജുകൾ എയറിൽ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു മീഡിയത്തിൽ ഇരിക്കുമ്പോഴും അവരുണ്ടാക്കുന്ന ഫോഴ്സിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എയറിൽ ഫോഴ്സ് കൂടുതലാണ്, മീഡിയത്തിൽ കുറവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും അതുപോലെ തന്നെ കൂളംസ് ലോ ആ ഡെഫിനിഷൻ അതുപോലെ തന്നെ ആ ലോയും അതുപോലെ അതിന്റെ ഇക്വേഷനും എന്ത് ചെയ്യണം, പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ലോസിൽ നമ്മളായിട്ട് വലിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ടീച്ചർമാരും മാർക്കിൽ മാറ്റങ്ങൾ വരുത്തും. സോ ലോ പ്രോപ്പർ ആയി തന്നെ പഠിച്ചിരുന്നു, അതിന്റെ കൂടെ തന്നെ ഇക്വേഷനും പ്രോപ്പർ ആയി തന്നെ എഴുതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ അറിയണം. 2 മാർക്കിനാലോ ചോദിക്കാറുണ്ട്. അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്സിന്റെ ഇക്വേഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. അതുപോലെ തന്നെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സോ ഇതിൽ നിന്ന് ഉറപ്പായും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എങ്ങോട്ടാണ്, നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എങ്ങോട്ടാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ എപ്പോഴും കാണാറുണ്ടല്ലോ സാറേ. പിന്നെ അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്. ഇലക്ട്രിക് ഫ്ലക്സ്, ജസ്റ്റ് ആ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. കാരണം നമ്മളിത് പഠിക്കുന്നത് ഗോസ്സ് തിയറത്തിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നത്. ഗോസ്സ് തിയറത്തിന് അപ്ലിക്കേഷൻ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് ഫോർമുല വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും പറയാനില്ല. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട 2 ഡെറിവേഷൻസ് പഠിക്കണം. ഏതൊക്കെയാണ് സാറേ ആ 2 ഡെറിവേഷൻസ്? ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിക്കാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട് അല്ലേ സാറേ? ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷൻ അത് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ഗോസ് തിയറം എന്ന് പറയുന്ന സംഗതി. ഗോസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ഉറപ്പായും മക്കളെ നിങ്ങൾക്ക് അറിയണം. അതിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയണം. അതിന്റെ 3 ആപ്ലിക്കേഷൻസ് അറിയണം. ആപ്ലിക്കേഷൻ, ഗോസ് തിയറത്തിന്റെ 3 ആപ്ലിക്കേഷൻ ഫോക്കസ് പോയിന്റിലെ അവസാനത്തെ ടോപ്പിക്കായിട്ട് ഒരു പഠനമുണ്ട്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഒരു ഇൻഫിനിറ്റ് ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതുപോലെ തന്നെ ഒരു സ്പിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതുപോലെ തന്നെ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇതിന്റെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിനകത്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഒക്കെ വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നോക്കിയിട്ടേ പോകാവുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ അത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും എവിടെയൊക്കെയാണ് ന്യൂമറിക്കൽസ് വരുന്നതെന്നും എവിടെയൊക്കെയാണ് ഡെറിവേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്റർ കടക്കാം. നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ നിസാരമായ ചാപ്റ്റർ ആണ്. അധികം ടോപ്പിക്കുകളൊന്നും നമുക്ക് ഫോക്കസ് ചെയ്തിരിക്കത്തില്ല. ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അത് ജസ്റ്റ് ഒരു തിയറി കൺസെപ്റ്റ് തന്നെയാണ്. അതിനുശേഷം വരുന്നത് ഒരു ഡെറിവേഷൻ ആണ്. ഒരു കുഞ്ഞു ഡെറിവേഷൻ, പക്ഷെ കുറെ ഇന്റഗ്രേഷൻ ഒക്കെ ഉണ്ട്. സോ ആ ഡെറിവേഷൻ അധികം ഇമ്പോർട്ടന്റ് അല്ല. അതിന്റെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചാണ് ഈ ചാപ്റ്ററിന്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അത് വെച്ചാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറയുന്ന ഒരു തിയറി കൺസെപ്റ്റ് ആണ് ഫോക്കസ് ഏരിയയിൽ. അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസിന്റെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടി പഠിച്ച പോലെ തന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ട് അത് ഉറപ്പായിട്ട് അവിടെ ഒരു മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറിയാണ്. തിയറിയാണ്. അതിനുശേഷം വരുന്നത് എന്താണ് കപ്പാസിറ്റർ, അതുപോലെ തന്നെ എന്താണ് കപ്പാസിറ്റൻസ്. ആ ഒരു റിലേഷൻ ഉണ്ട്. Q = CV എന്ന് പറയുന്ന തന്ത്രം പറയുന്നത് Q = CV മറന്നു പോകത്തില്ല നമുക്ക്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ്. അതിനുശേഷം വരുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അവിടെ വരുന്ന ഒരു ഡെറിവേഷൻ ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഡെറിവേഷൻ ആണ്. C = ε0 A/d. മാത്രമല്ല അവിടുന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്
നമ്മുടെ രണ്ട് പാരൽ പ്ലേസ് കപ്പാസിറ്റി ഡിസ്റ്റൻസ് ഏരിയ കൂട്ടിയാൽ സംഭവിക്കും, ഇടയിൽ മീഡിയം അങ്ങനെയുള്ള ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാം നമ്മുടെ ആ ഇക്വേഷൻ അടിസ്ഥാനത്തിലാണ്. C = A epsilon 0 d A by d എന്ന് പറയുന്ന ഇക്വേഷൻ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളത്. അടുത്ത കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, സീരീസ് ആൻഡ് പാരലൽ അറേഞ്ച്മെന്റ്, സിമ്പിൾ ആയ ടോപ്പിക് ആണ്. ഡയറക്റ്റ് അതുപോലെ തന്നെ ചോദിക്കാം. പിന്നെ അവിടെ പ്രോബ്ലം ചോദിക്കാം. നമ്മുടെ ഒരു ഡയഗ്രാം തന്നിട്ട് അത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്ന പോലെ. അതിനുശേഷം വരുന്ന ടോപ്പിക് ആണ് നമ്മുടെ എനർജി ഓഫ് ദി കപ്പാസിറ്റർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഡെറിവേഷൻ ചോദിക്കാം, പ്രോബ്ലം ചോദിക്കാം, എന്തും എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഇമ്പോർട്ടന്റ് ആണ്. ഫൈനൽ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആദ്യത്തെ രണ്ട് ചാപ്റ്റർ ഏകദേശം ഫുൾ എന്ത് ചെയ്യുന്നുണ്ട് അവർ കവർ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. ചെറിയ ചെറിയ ടോപ്പിക്കുകൾ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ് രണ്ടാമത്തെ ചാപ്റ്റർ. അടുത്തൊരു ഇടിവെട്ട് ചാപ്റ്റർ ആണ് കറന്റ് ഇലക്ട്രിസിറ്റി. അതിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. കറന്റ് ഇലക്ട്രിസിറ്റിക്ക് ഏതൊക്കെയാണ് സാറേ ഇമ്പോർട്ടന്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ? സാറേ കറന്റ് ഇലക്ട്രിസിറ്റിക്ക് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ടോപ്പിക് ഉണ്ട് ഓംസ് ലോ. ഏറ്റവും ഇമ്പോർട്ടന്റ് കളിയില്ല. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് എന്താണ്? ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്താണെന്ന ഡെഫിനിഷൻ അതുപോലെ ലിമിറ്റേഷൻ ഓഫ് ഓംസ് ലോ പഠിച്ചു അവിടെ നിന്നും ഒന്നോ രണ്ടോ മാർക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക് ആണ്. അവിടെ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ ജൂൾസിന്റെ ഹീറ്റ് എഫക്റ്റ്, അതിന് കറസ്പോണ്ട് പവറിന് മക്കളെ, കാരണം നമുക്ക് ഫർദർ ആയിട്ട് പ്രോബ്ലംസ് വരുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് ആണ് നമ്മുടെ റെസിസ്റ്റൻസ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. നിങ്ങൾക്ക് ഒരു ചിത്രം വരച്ചിട്ട് അതിന് ചോദിക്കാൻ കപ്പാസിറ്റർ പോലെ തന്നെ, പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ആണ്. അതിന് സീരീസ് ആയിട്ട് നമ്മൾ ഫോർമുല നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പഠിക്കാറുണ്ട്. സോ ഒരു ചിത്രം പഠിച്ചതിന് ശേഷം അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉറപ്പായും ഒരു ചോദ്യം മക്കളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് കണ്ടുപിടിക്കാനും വോൾട്ടേജ് കണ്ടുപിടിക്കാനും ഇതിൽ തന്നെ റിലേറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. കാരണം ഓവറോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓംസ് ലോ ഉപയോഗിച്ച് അത് ഉപയോഗിച്ച് തന്നെ കറണ്ടും വോൾട്ടേജും കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇതിനകത്തൊരു സീരീസും അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷനും ഉണ്ട്. അത് ഇമ്പോർട്ടന്റ്. പക്ഷെ എന്തിനു ഇത് പഠിക്കുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിനകത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഇൻ ടേംസ് ഓഫ് എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്. അതുപോലെ തന്നെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കിർച്ചോഫ് റൂളുകളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് രണ്ട് റൂളുകൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് നമ്മുടെ ലൂപ്പ് റൂൾ തന്നെയാണ്. എങ്ങനെയാണ് സിമ്പിൾ ആക്കേണ്ടത് നമ്മൾ യൂട്യൂബിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ തന്നെ അടുത്താണ് നമ്മുടെ വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ അതിന്റെ കൺസ്ട്രക്ഷൻ പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെച്ച് മക്കളെ. PQRS റിലേഷൻ ഉറപ്പായും അതിൽ നിന്നൊരു ചോദ്യം വരച്ച് തന്നെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ചിത്രം തന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചിത്രം തന്നിട്ട് എന്താണ് ചോദിക്കാറുണ്ട്, അതിന്റെ കൺസ്ട്രക്ഷൻ ചോദിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമുക്ക് ലാബിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ അടുത്തതാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലാബിൽ ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ആണ്. പൊട്ടൻഷ്യോമീറ്ററിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഓഫ് EMF ഓഫ് ടു സെൽസ് ആണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇതിൽ ഏതാണ് സാറേ കൂടുതൽ ഇമ്പോർട്ടന്റ്? രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നിന്ന് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് കുറച്ചുകൂടെ പഠിക്കാൻ കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അതിന്റെ കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടന്റ് തന്നെയാണ് മക്കളെ. സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. കറന്റ് ഇലക്ട്രിസിറ്റി കഴിഞ്ഞാൽ അടുത്ത വരുന്ന ചാപ്റ്റർ ആണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫോക്കസ് ഏരിയയായിട്ട് ബന്ധപ്പെട്ട്? നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സുകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. സോ അതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് എപ്പോഴും പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബയോട്ട് സാവേർട്സ് ലോ എന്ന് പറയുന്നത്. സോ ഉറപ്പായും അത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. അതിന്റെ ഫോർമുലയും പഠിച്ചു വെക്കണം മക്കളെ. അതിനുശേഷം വരുന്നതാണ് ബയോട്ട് സാവേർട്സ് ലോ. ഒരു അപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് വരുന്നതാണ് ഒരു സർക്കുലർ കോയിലിന്റെ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ. അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു സർക്കുലർ കോയിലിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് എപ്പോഴും പ്രോബ്ലം ചോദിക്കാറുണ്ട്. പിന്നെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ പ്രോബ്ലം ചോദിക്കാം. ആ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ്. യെസ്, F = QVB sin θ എന്ന് പറയുന്ന നമ്മുടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ്, ഡെഫിനിഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് തന്നെയാണ്.
അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക്കാണ് ആംബിയന്റ് സർക്കിൾ തിയറം എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൽ ആക്ച്വലി 3 ആപ്ലിക്കേഷൻ ഉള്ളതായിരുന്നു, പക്ഷേ നമുക്ക് ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ റെക്ടാങ്കുലർ കോയിലിനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അതിനാക്ട് ചെയ്യുന്ന ടോർക്ക് കണ്ടുപിടിക്കുക. സോ ആ ഡെറിവേഷൻ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുന്നത് തന്നെ വേണം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു NABI sin θ. അത് പഠിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നെബിനെ ഓർത്താൽ മതി. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു NABI നെബി ഓർത്താൽ ഇക്വേഷൻ കിട്ടും. പിന്നെ അതെന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ അതിനുശേഷം വരുന്ന അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ഉണ്ട്, ഗാൽവനോമീറ്റർ, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. അതിന്റെ പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഗാൽവനോമീറ്റർ. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ വർക്ക് ചെയ്യുന്നത് ഇത് നമ്മൾ തൊട്ടും പഠിച്ച റെക്ടാങ്കുലർ കോയിൽ ആക്കുന്ന ടോർക്ക്. അങ്ങനെ അത് ഗാൽവനോമീറ്റർ കറങ്ങാൻ കാരണം എന്താണ്? ഈ ടോർക്ക് മൂലമാണ് അവിടെ റൊട്ടേഷൻ നടക്കുന്നത്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്തും പ്രോബ്ലം ചോദിക്കാൻ എന്തുണ്ട് സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതൊക്കെയാണ് മക്കളെ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. കുഞ്ഞു ചാപ്റ്റർ ആണ്, അധികം ടീച്ചർ ആയിട്ടുള്ള വലിയ ടോപ്പിക്കുകളൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. മക്കളെ നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ 3 ടോപ്പിക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് ആ ചാപ്റ്റർ എന്ന് പറയുന്നത്. സാർ അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനായിട്ട് വരുന്നത്? ആദ്യത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. വളരെ കുഞ്ഞു ലോ ആണ്, ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഒരു ക്ലോസ്ഡ് സർഫസിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഏത് സർഫസിലെ ടോട്ടൽ ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ സൈലം നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഉറപ്പായും ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരും എന്ന് ഞങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡന്റ് ഉള്ള ചോദ്യമാണ്. മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത്. എർത്ത് മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മാഗ്നറ്റിക് എലമെന്റ് ഓഫ് എർത്ത്. 3 എലമെന്റാണ് നമ്മുടെ എർത്ത് മാഗ്നറ്റിസം. ഇൻക്ലിനേഷൻ, ഡിപ്പ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 നിങ്ങൾ പഠിച്ചിട്ട് പോകാവുള്ളൂ. ഇവിടെ നിന്ന് ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ വരും. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രോബ്ലം ചോദിക്കുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ്സിനെ അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ പരീക്ഷയിൽ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അടുത്ത ടോപ്പിക് ഏതാണ് സാറേ? അതിന്റെ അവസാന ടോപ്പിക് എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഒരു തിയറി പോർഷൻ ആണ്. അവിടെ ഒരു കുഞ്ഞു ഇക്വേഷൻ ഒരു മാർക്കിലെ ചോദ്യങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. ജസ്റ്റ് 1 മാർക്കാണ് അതിന്റെ വെയിറ്റേജ് വരിക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് പറയുന്ന ഒരു കർവ് ഒഴിവാക്കിയിട്ടുണ്ട്. മാഗ്നറ്റിക് എലമെന്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ വളരെ ചെറിയ ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എർത്തിന്റെ മാഗ്നറ്റിക് എലമെന്റ്സിന് തന്നെയാണ്. ഓക്കെ അല്ലടാ മക്കളെ? സോ അടുത്ത ചാപ്റ്ററിലോട്ട് നമുക്ക് കിടക്കാം. മക്കളെ നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നിസ്സാരമായ ചാപ്റ്റർ ആണ്, ഈസി ആയ ചാപ്റ്റർ ആണ്. വലിയ ബുദ്ധിമുട്ടുള്ള ഡെറിവേഷൻസ് ഇതിനകത്ത് പഠിക്കാനില്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പഠിക്കാറുണ്ട്. 3 ഡെറിവേഷൻസ് പഠിക്കാറുണ്ട്. സോ ഏതൊക്കെയാണ് സാറേ ഫോക്കസ് ചെയ്ത ടോപ്പിക്? അതിൽ 1ാം ടോപ്പിക് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും മർമ്മം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ലോ പഠിക്കാതെ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ലോ ആണ്. ഇതിന്റെ മോഡിഫിക്കേഷൻ ആണ് അടുത്തത്. ലെൻസസ് ലോ വരുന്നത് ഈ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. അടുത്തതെന്ന് പറയുന്നത് ഏതാണ് സാറേ? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എഡി കറന്റ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. പക്ഷേ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. കാരണം എഡി കറന്റിന്റെ അപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. ഇവിടുന്ന് 1-2 മാർക്കുകൾ ചോദിക്കാം. കാരണം എഡി കറന്റ് എപ്പോഴും അതിന് ഡിസഡ്വാൻറ്റേജ് ആണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. എന്നാൽ പോലും അതിന് ചില അപ്ലിക്കേഷൻസ് ഉണ്ട്. ആ അപ്ലിക്കേഷൻസ് എടുത്ത് തന്നെ പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം വരുന്നതാണ് ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസിനകത്ത് ചില്ലറക്കാരനല്ല ഇൻഡക്റ്റൻസ്, അതിനകത്ത് സെൽഫ് ഇൻഡക്റ്റൻസ് വരുന്നുണ്ട്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരുന്നുണ്ട്. എനർജി സ്റ്റോർഡ് ഇൻ ഇൻജക്ടർ. സോ അതും വളരെ കപ്പാസിറ്റർ പോലെ തന്നെ ഇൻജക്ടറിനകത്ത് സ്റ്റോർ ചെയ്ത എനർജിയും ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു കോയിലിനകത്ത് ഒരു കോയിൽ വെച്ചിട്ടുള്ള ആ ഒരു പ്രയാസമാണ് പഠിക്കാൻ, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയും കൂടുതലാണ്. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ജനറേറ്റർ ആവുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾ, പിന്നെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ, ഗ്രാഫ് കാര്യങ്ങൾ വരയ്ക്കണം. കാരണം ഈ ചാപ്റ്റർ എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററിന്റെ എന്താണ് ഒരു ചവിട്ടുപടിയാണ്. കാരണം ഈ ചാപ്റ്റർ പഠിക്കാതെ അടുത്ത ചാപ്റ്ററിലോട്ട് പോകാൻ സാധിക്കത്തില്ല. സോ കുഞ്ഞു ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് മനസ്സിലായി. അടുത്ത ചാപ്റ്റർ ഡെവലപ്പ് ചെയ്ത് തന്നെ അത്രേ ഉള്ളൂ. സോ ഈ 6ാമത്തെ ചാപ്റ്റർ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് 7ാം ചാപ്റ്ററിലോട്ട് എന്ത് ചെയ്യാം? കടക്കാം.
മക്കളെ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 7ാമത്തെ ചാപ്റ്റർ ആയ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ AC എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫോക്കസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സാർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? ഈ ചാപ്റ്ററിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഔട്ട് ആൻഡ് ഔട്ട് ഡെറിവേഷൻസ് ആണ് പഠിക്കാനുള്ളത്. തിയറി കൺസെപ്റ്റ് ശരിക്കും ഒന്നുമില്ല എന്ന് തന്നെ പറയാം. കംപ്ലീറ്റ്ലി ഡെറിവേഷൻസും ഫേസർ ഡയഗ്രാംസും ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് AC അപ്ലൈ ടു റെസിസ്റ്റർ, കപ്പാസിറ്റർ, അതുപോലെ തന്നെ ഇൻഡക്ടർ, ഈ മൂന്നെണ്ണത്തിന്റെ ഫേസർ ഡയഗ്രാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് റിയാക്ടൻസ് അതിന്റെ ഗ്രാഫും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ഫേസർ ഡയഗ്രാമാണ്. മൂന്ന് സർക്യൂട്ടിന്റെ കറണ്ട് ലാഗ് ചെയ്യുന്നു, വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു, കറണ്ട് ലീഡ് ചെയ്യുന്നു, വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് പ്രോപ്പർ ആയി തന്നെ അറിഞ്ഞിരിക്കണം മക്കളെ. അത് എന്തുകൊണ്ടാണ് അറിയേണ്ടത്? കാരണം അടുത്ത വരുന്ന ടോപ്പിക് നമുക്കറിയാം NCR സർക്യൂട്ട് ആണ്. NCR സർക്യൂട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ഫേസർ ഡയഗ്രാം എടുക്കില്ല. അടുത്താണ് പവർ ഇൻ AC സർക്യൂട്ട്. അതിന്റെ ഡെറിവേഷൻ പ്രോപ്പർ ആയി തന്നെ അറിയണം. അതിന്റെ കൂടെ തന്നെ പവർ ഫാക്ടറും നമുക്ക് അറിയണം. പവർ ഫാക്ടർ ഒരു മാർക്കിന്റെ ഒക്കെ ചോദ്യമാണ്, പക്ഷെ പവർ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. പ്രോപ്പർ ആയി തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, കുഞ്ഞു ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാം. പക്ഷെ ഡെറിവേഷൻസ് പഠിച്ചേ തീരുള്ളൂ മക്കളെ. ഉണ്ടല്ലോ ആ ട്രയാങ്കിൾ ഇംപിഡൻസ് ഇംപിഡൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഫോർമുലാസ് ചോദിക്കാറുണ്ട് കേട്ടോ മക്കളെ. ഓക്കെ അല്ലടാ? സോ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. 8ാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് 8ാം ചാപ്റ്റർ. അതായത് ആദ്യത്തെ പാർട്ടിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ്. രണ്ട് ഫോക്കസ് ഏരിയ ടോപ്പിക്സ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ ടോപ്പിക് ഏതാണ് സാറേ? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ ഡെറിവേഷൻ എന്ത് ചെയ്യുക, നോക്കിയിട്ടേ പോകാവുള്ളൂ. വളരെ കുഞ്ഞൊരു ടോപ്പിക്കാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആംബിയന്റ് സർക്യൂട്ടൽ തിയറത്തിന്റെ ഒരു മോഡിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണ്, അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്, അതിന്റെ ആപ്ലിക്കേഷനും പഠിക്കാനുണ്ട്. ആപ്ലിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വേവ്സും എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. രണ്ട് ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഈസി ആയ ചാപ്റ്റർ പുഷ്പം പോലെ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ പുസ്തകം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നമുക്ക് അടുത്ത പുസ്തകത്തിലോട്ട് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ ആയ റേ ഒപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോമെട്രി ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് ഫോക്കസ് ഏരിയ ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. മക്കളെ, നമുക്ക് ഇവിടെ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, കുറച്ച് കൂടിയ ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്റർ ആണ്. ഏതൊക്കെയാണ് സാറേ ഫോക്കസ് ഏരിയ ടോപ്പിക്? ഫോക്കസ് ഏരിയ ടോപ്പിക് വളരെ കുറച്ച് മാത്രമേ ഉള്ളെങ്കിലും ആ ടോപ്പിക്കിന്റെ അകത്തുള്ള കണ്ടന്റ് എന്താണ് വളരെ വലുതാണ്. ഇപ്പൊ ഒന്നാമത്തെ നമ്മൾ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ റിഫ്ലക്ഷൻ ആയിട്ട് സ്പെറിക്കൽ സർഫസ് ആണ്. ഒരു സ്പെറിക്കൽ, അതായത് നമ്മുടെ മിററിനകത്തുള്ള റിഫ്ലക്ഷൻ ആണ്. കോൺകേവ് ചെറിയ ടോപ്പിക് പോലെ തോന്നും. അതിനകത്ത് സബ്ഡിവിഷൻസ് കൂടുതലാണ്. ആ ഫസ്റ്റ് ടോപ്പിക്കിൽ 2 ഡെറിവേഷൻ ഉണ്ട്. നമുക്കറിയാം റിലേഷൻ കണക്ടിങ് R ആൻഡ് F എന്ന് പറയുന്ന ഡെറിവേഷൻ. R = 2F നമുക്ക് അറിയാവുന്ന ഡെറിവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത ഡെറിവേഷൻ വരുന്നത് 1/u + 1/b = 1/f. മിറർ ഫോർമുല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സംഗതിയാണ്. അത് ശ്രദ്ധിക്കാറുണ്ട്. പല പരീക്ഷകളിലും മിറർ ഫോർമുല എന്ന് പറഞ്ഞു തന്നെ ഡിറൈവ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷൻ ജസ്റ്റ് അതിന്റെ തിയറി മാത്രമേ ഉള്ളൂ. സ്നെൽസ് ലോ അറിഞ്ഞിരിക്കുക. സ്നെൽസ് ലോ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ sin L by sin R = n എന്ന് പറയുന്ന നമ്മുടെ n2/n1 അല്ലെങ്കിൽ n എന്ന് എഴുതിയാലും മതി, n12. ഓക്കേ, നമ്മുടെ റിഫ്രാക്ഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്നെൽസ് ലോയും അതുപോലെ റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷനുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനായിട്ട് വരുന്നതിനകത്ത്. സ്നെൽസ് ലോ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻ മറന്നു പോരുത് മക്കളെ. sin I by sin R = n2/n1. ഈ ഫോർമുല ഉറപ്പായും നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ആ സ്നെൽസ് ലോ എഴുതുന്ന കൂട്ടത്തിൽ തന്നെ ഫോർമുല എഴുതിയിരിക്കണം. അത് മാത്രമല്ല ഈ ചാപ്റ്ററിന്റെ മർമ്മമാണ് ഈ ഒരു ഇക്വേഷൻ. ഇനി വരുന്ന എല്ലാ കാര്യങ്ങളും, ഇനി വരുന്ന അടുത്ത ടോപ്പിക്കായ റിഫ്രാക്ഷൻ സ്പെറിക്കൽ സർഫസ് മുതൽ നമ്മുടെ പ്രിസത്തിലൊക്കെ ഈ ഒരു ഫോർമുലയാണ്. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ത്രൂ എന്താണ്? സ്പെറിക്കൽ സർഫസ് ആണ്. ഒരു സ്പെറിക്കൽ സർഫസിലൂടെ റിഫ്രാക്ഷൻ ആണ്. ഒരു കുഞ്ഞു ടോപ്പിക് എന്നൊക്കെ തോന്നും, പക്ഷേ ഡെറിവേഷൻസ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഡെറിവേഷൻ ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്? കർവ്ഡ് സർഫസ് ഫോർമുല, അതുപോലെ തന്നെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ലെൻസ് ഫോർമുല, അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് ലെൻസ്. ഇതൊക്കെ വരുന്നത് എവിടെയാണ്? ജസ്റ്റ് ഒരു ടോപ്പിക് ആയിരിക്കും, പക്ഷെ അതിനകത്ത് 4 സബ് ഡിവിഷൻസ് ഉണ്ട്, 4 വലിയ ഫോർമുലാസ് മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കും. പിന്നെ നമ്മുടെ ലെൻസിന്റെ പവറും അവിടെയാണ് എന്ത് ചെയ്യുന്നത് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ടോപ്പിക് എന്താ സാറേ അവിടെ വരുന്നത്? നമ്മുടെ പ്രിസം ആണ്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം ഉറപ്പായും 3
മാർക്കിന് മിക്കവാറും എല്ലാ പരീക്ഷകളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. അതിനുശേഷം വരുന്നത് നമ്മുടെ മൈക്രോസ്കോപ്പ് ആണ്. മൈക്രോസ്കോപ്പിനകത്ത് 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. അതിലേതാണ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ അതിന്റെ മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, റേ ഡയഗ്രാം വരയ്ക്കാനും മക്കളെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റേ ഡയഗ്രാം ചോദിക്കുന്നു. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിനകത്ത് 2 ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതിൽ ഒരെടുത്ത് കളഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ഉണ്ട്, അതിനകത്ത് റേ ഡയഗ്രാം ഉറപ്പായും വരും, പ്രോപ്പർ ആയി തന്നെ പഠിച്ചു വെച്ചോ. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷനും അതുപോലെ തന്നെ പഠിക്കണം മക്കളെ, ഇമ്പോർട്ടന്റ് തന്നെയാണ്. സോ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ അങ്ങ് നമുക്ക് എന്ത് ചെയ്യാം കടക്കാം. മക്കളെ നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. കുഞ്ഞൊരു ചാപ്റ്റർ ആണ്, അധികം ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. അതിൽ ഏതൊക്കെയാണ് സാറേ ഫോക്കസ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൈഗൻ പ്രിൻസിപ്പിൾ ആണ്. ഹൈഗൻ പ്രിൻസിപ്പിൾ അത് ജസ്റ്റ് ഒരു തിയറി പോർഷൻ ആണ്. ആ തിയറി എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നതാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓരോ ഷേപ്പിലും ചോദിക്കാറുണ്ട് സാർ. അതെ, സിലിണ്ടറിക്കൽ ഷേപ്പ്, അതുപോലെ തന്നെ സ്ഫെറിക്കൽ ഷേപ്പ്, അതുപോലെ തന്നെ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇതിന്റെ വേവ് ഫ്രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ചിത്രം വരയ്ക്കാൻ അറിയണം, ഒരു ചിത്രം കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ മക്കളെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ്. സോ ലൈറ്റിന്റെ ഇന്റർഫറൻസിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. സോ അതിനകത്ത് ഡയഗ്രാം നിങ്ങൾക്ക് അറിയണം മക്കളെ, അതുപോലെ തന്നെ ഡിറൈവ് ചെയ്യാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനുശേഷമുള്ള അടുത്ത ടോപ്പിക് ആണ് പോളറൈസേഷൻ. പോളറോട് എല്ലാം വെച്ചിട്ട് പോളറൈസേഷൻ ഈസി ആണ് മക്കളെ. പല ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിനെ ഒരു യൂണി ഡയറക്ഷൻ ആക്കി മാറ്റുന്ന ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഈസി ആയ ഒരു ടോപ്പിക് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറെ ടോപ്പിക്സ് ആണ്. ഒരു കുഞ്ഞു ടോപ്പിക് ആണ്, അതിനകത്ത് കുറെ സബ്ഡിവിഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് 2 ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിച്ചു നോക്കുകയാണ്. മാലൂസ് ലോയും അതുപോലെ ബ്രൂസ്റ്റേഴ്സ് ലോയും. വെരി വെരി ഇമ്പോർട്ടന്റ്. ബ്രൂസ്റ്റേഴ്സ് ലോ അറിഞ്ഞിരിക്കുക. ആ ഇക്വേഷൻ ഏത് ലോ വേണമെങ്കിലും 2 മാർക്കിന് പരീക്ഷകളിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷൻ ആണ് അവിടെ നിന്നും. അതുപോലെ തന്നെ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷനും അതുപോലെ റിഫ്രാക്ഷനും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. ആ ഒരു ചാപ്റ്ററിന് അത്രയും കാര്യങ്ങൾ മാത്രം ഒരു തിയറിറ്റിക്കൽ ചാപ്റ്റർ. നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റിൽ മാത്രമേ കുറച്ച് ഫോർമുലാസ് വരുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് തിയറി ചാപ്റ്റർ ആണ് മക്കളെ ഇതെന്ന് പറയുന്നത്. കുട്ടികൾ ഇനി വരാനിരിക്കുന്നതെല്ലാം നമ്മുടെ തിയറി ചാപ്റ്റേഴ്സ് ആണ്. അതിലെ 11ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന 11ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് സാറേ? അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ആദ്യമല്ല, ശരിക്കും ആ ചാപ്റ്റർ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതുപോലെ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീക്വൻസി, ഇന്റൻസിറ്റി തുടങ്ങിയ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇക്വേഷൻ പഠിച്ചിരിക്കണം മക്കളെ. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ ആയ ഫോട്ടോൺ ആണ്. ഫോട്ടോണിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ചുരുങ്ങിയത് 5 പ്രോപ്പർട്ടീസ് എല്ലാം അന്തസ്സായിട്ട് എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ 5 മാത്രം പഠിച്ചിട്ട് പോരുന്നാണ് ഉദ്ദേശിച്ചത്. 5 പഠിച്ചിട്ട് പോയാൽ 2 പോയാൽ 3 എഴുതാൻ പറ്റുള്ളൂ. സോ 5 പഠിച്ചിട്ട് പോയാൽ നമുക്ക് 4 നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണ്. നിസ്സാരമായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററുമാണ് ഇതെന്ന് പറയുന്നത് അല്ലേ സാറേ? അപ്പൊ ഓക്കെ അല്ലേ, ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. മക്കളെ നമ്മൾ 12ാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ആറ്റംസ് എന്ന് പറയുന്ന വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, ഷോർട്ട് ചാപ്റ്റർ ആണ്. 2 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണ് സാറേ നമ്മുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്? മക്കളെ അതിനകത്ത് ഒന്നാമത് വരുന്നതാണ് നമ്മുടെ ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്ന. ബോറിന്റെ ആ 3 പോസ്റ്റേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ടേ പോകുള്ളൂ. ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന +1 ചാപ്റ്ററിൽ നിങ്ങൾ ഇത് പഠിച്ച ടോപ്പിക്കുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നിസ്സാരമായിരിക്കും ഇതൊക്കെ പഠിക്കാൻ. രണ്ടാമത്തെ ടോപ്പിക്ക് എന്താ സാർ? നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് എക്സ്പ്ലനേഷൻ ആണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്. അതും കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് തിയറി ടോപ്പിക് തന്നെയാണ്. സോ ജസ്റ്റ് ഈ 2 തിയറി ടോപ്പിക്സ് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയ്ക്ക് അകത്തുള്ളൂ. പുഷ്പം പോലെ ഒരു 3 മാർക്ക് കണ്ടസ് ആയി അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ആറ്റംസ് എന്ന് പറയുന്നത് അല്ലേ മക്കളെ? നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് 13ാം ചാപ്റ്റർ ആണ്. 13ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത് തിയറി ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സാറേ അറ്റോമിക് മാസസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ് ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്. അതിനകത്ത് പൊതുവെ പരീക്ഷകൾ ചോദിക്കാറുള്ളത് ഒരു സാമ്പിൾ എലമെന്റ് തന്നിട്ട് അതിന് അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലുള്ള ഈസി ചോദ്യങ്ങളാണ് ആദ്യം നമുക്ക് ചോദിക്കാറുള്ളത് അല്ലെ?
അടുത്ത ടോപ്പിക് ഏതാണ് സാറേ? അതിൽ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയസിന്റെ സൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിൽ റേഡിയസിന് കുറച്ച് പ്രാധാന്യം അവിടെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഉണ്ട്. R = R0 a⁻1/3 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനകത്ത് a എന്ന് പറയുന്ന മാസ് നമ്പർ ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് റേഡിയസ് കമ്പയർ ചെയ്യാനുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് അതിനകത്ത്. സോ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ് സാറേ? അത് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ന്യൂക്ലിയർ ഫോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ നേച്ചറിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി ലിസ്റ്റഡ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്. സോ അത് കൂടി മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ റേഡിയോ ആക്റ്റീവ് ഡീകേ ലോ എന്ന് പറയുന്ന സംഗതി, പിന്നെ ആൽഫ പാർട്ടിക്കിൾ, ആൽഫ ഡീകേ, ബീറ്റ ഡീകേ, ഗാമ ഡീകേ. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഹാഫ് ലൈഫും മീൻ ലൈഫും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹാഫ് ലൈഫ് തന്നെയാണ്. ഹാഫ് ലൈഫിന്റെ പ്രോബ്ലംസ് വളരെയധികം ചോദിക്കാറുണ്ട്. ഹാഫ് ലൈഫും മീൻ ലൈഫും കൂടെ കമ്പയർ ചെയ്തുകൊണ്ടൊരു പ്രോബ്ലം എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കാറുണ്ട്. ഈ ഹാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ വരും. ഒരു ഡികെന്റെ ഈ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് എവിടെ നിന്നാണ് വരുന്നത്? ഓക്കെ, നമുക്ക് ഇത്രയുള്ള കുഞ്ഞ് ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. പ്രോബ്ലംസിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ ആണ്. പ്രീവിയസ് ചാപ്റ്റർ പോലെ കംപ്ലീറ്റ്ലി തിയറി അല്ല, ഇവിടെ പ്രോബ്ലംസിന് കൂടി പ്രാധാന്യം നിങ്ങൾ കൊടുത്തിരിക്കണം. മക്കളെ, നമുക്ക് നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലോട് കിടക്കണം. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന അവസാനത്തെ ചാപ്റ്റർ, ഈസി ആയ ചാപ്റ്റർ, ഔട്ട് ആൻഡ് ഔട്ട് സർക്യൂട്ട്സ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ്. നിസ്സാരമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ഏതൊക്കെയാണ് സാറേ ഫോക്കസ് ചെയ്യേണ്ടത്? അതിലെ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. അതിനുശേഷം വരുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. നമുക്കറിയാം ഇൻട്രിൻസിക് എന്ന് വെച്ചാൽ പ്യുവർ സെമി കണ്ടക്ടർ ആണ്. എക്സ്ട്രിൻസിക് എന്ന് വെച്ചാൽ ഈ ഡോപ്പിംഗ് സംഭവിച്ച് ഉണ്ടാക്കുന്നതാണ്. എൻ ടൈപ്പും പി ടൈപ്പും എൻ ടൈപ്പും പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സാർ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇതിൽ നിന്ന് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ സിമ്പിൾ ആക്കി കൊടുക്കാൻ വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ ഒഴിവാക്കിയതിനു ശേഷം പിന്നെ അതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ റെക്ടിഫയർ, അതായത് ഡയോഡിനെ റെക്ടിഫയർ ആക്കി എങ്ങനെ മാറ്റാം, അതായത് ജംഗ്ഷൻ ഡയോഡിനെ എങ്ങനെ റെക്ടിഫയർ ആക്കി മാറ്റാം, ആ ഒരു ഡയഗ്രവും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വേവ് ഫോം നിങ്ങൾ എന്ത് ചെയ്യണം. ഡയഗ്രാം വളരെ വളരെ ഇമ്പോർട്ടന്റ്. പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഡയഗ്രാം നമ്മളായിട്ട് വരയ്ക്കാൻ 2-3 തവണ ഒന്ന് വരച്ച് ശ്രമിച്ചാലേ മക്കളെ അത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഉറപ്പായും ഡയഗ്രാം പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. റെക്ടിഫയർ 2 എണ്ണം ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ്. രണ്ടും നോക്കിയിട്ട് ഏത് ചോദിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. ഔട്ട്പുട്ട് ഡയഗ്രാം പ്രോപ്പർ ആയിട്ട് തന്നെ വരച്ചിരിക്കണം. ഒരെണ്ണത്തിൽ ഒരു ഡയോഡേ യൂസ് ചെയ്യത്തുള്ളൂ, അടുത്തതിനകത്ത് 2 ഡയോഡ് യൂസ് ചെയ്യണം. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കൺസ്ട്രക്ഷനിൽ അവസാന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ്, എല്ലാ കുട്ടികൾക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് നമ്മുടെ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം പല ലോജിക് ഗേറ്റ്സും ഉണ്ട്. ആൻഡ്, നോട്ട്, നോറ്, അതുപോലെ തന്നെ ഓറ്, കുറെ ഗേറ്റുകൾ നിങ്ങൾക്കറിയാം. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് തന്നെയാണ്. ഏതൊക്കെയാണ് സാറേ യൂണിവേഴ്സൽ ഗേറ്റ്? നോർ ഗേറ്റും അതുപോലെ തന്നെ നാൻഡ് ഗേറ്റുമാണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗേറ്റുകളെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്? ഈ ഗേറ്റ് വെച്ച് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഗേറ്റുകളും ഉണ്ടാക്കാൻ പറ്റും. നാൻഡ് വെച്ച് ഓർ ഉണ്ടാക്കാം, നോട്ട് ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ചാപ്റ്റർ മാത്രമല്ല, നമ്മുടെ ഹോൾ സിലബസ് കംപ്ലീറ്റ് ഫോക്കസ് ഏരിയയും നമ്മളൊന്ന് സംസാരിച്ച് കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റില്ലേ. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്, എവിടെ നിന്നാണ് ചോദ്യം വരിക, ചോദ്യം ഏത് തരത്തിലാണ് വരിക എന്ന് കൂടി നമ്മൾ അങ്ങ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോവുക. നിങ്ങളുടെ കുറച്ച് സമയം പോയാലും കുഴപ്പമില്ല. നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കുറച്ച് ക്രിസ്പായ ക്യാപ്സ്യൂൾ കണക്ക് കണ്ടന്റുകളുമായി, ഫോക്കസ് ഏരിയ കണ്ടന്റുകളുമായി ഞങ്ങൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഗ്നി ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുക. സോ ഈ പറയുന്ന ചുരുങ്ങിയ 3 മാസ കാലയളവിനകത്ത് ഈ കംപ്ലീറ്റ് സിലബസ് നമ്മൾ അഗ്നി ബാച്ച് സ്റ്റുഡൻസിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. സോ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ബൈ. സൈലം ലേണിംഗ് ആപ്പ് അഭിമാനത്തിന്റെ ആദ്യ വർഷം